കേരള വിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ബോംബെ നഗരത്തിലെ മാൻപാട എന്ന സ്ഥലത്താണ്. ഇവിടെ കായംകുളം സ്വദേശി ശ്രീ ഗിരീഷ് കുമാറിൻ്റെ ഒരു വ്യവസായ സമുച്ചയത്തിലാണ് ഞാനിപ്പോൾ. നമുക്ക് ഗിരീഷ് കുമാറിനെ വളരെ സ്നേഹത്തോടെ ഹാർദവുമായി ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഗിരീഷ് കുമാർ ഒരുപാട് വ്യവസായ ശൃംഖലയുടെ ഉടമസ്ഥനാണ് ഞാൻ അറിഞ്ഞു, ശരിയാണോ? ഒരുപാടില്ല, എന്നാലും ഉണ്ട്. കുറേയൊക്കെ മൂന്നാല് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പം നാട്ടിലോട്ടും ബിസിനസ് ശൃംഖല വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വരവ്? ഏകദേശം ദിവസം കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും 20 വർഷത്തോളമായി. 20 വർഷക്കാലം. അന്ന് ഇവിടെ ബോംബെയിൽ ആരും ഉണ്ടായിരുന്നു? റിലേറ്റീവ്സോ ഫ്രണ്ട്സോ? ചേട്ടനാണ് എന്നെ കൊണ്ടുവന്നത് ഇവിടെ. ചേട്ടനാണല്ലേ? എന്നിട്ട് അടുത്ത ഒരു കമ്പനിയില്ല, അന്നത്തെ പണിയൊന്നും അറിയാത്തതുകൊണ്ട് ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറ്റി അവിടെ 4 വർഷത്തോളം അവിടെ തന്നെ പണി പഠിച്ചിട്ട്. ചേട്ടൻ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ചേട്ടൻ വേറൊരു കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താ? അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് കുമാർ. സതീഷ് കുമാർ. പുള്ളി പിന്നെ ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയല്ലേ? അപ്പോൾ ബ്രദർ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ബോംബെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു അന്ന് വരുന്ന കാലഘട്ടത്തിൽ? ഇഷ്ടപ്പെട്ടു. ജീവിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെടേണ്ടി വന്നു. എവിടെയാണ് അന്ന് ആദ്യം വന്ന് തീവണ്ടി ഇറങ്ങിയത്? ആദ്യം കല്യാൺ സ്റ്റേഷൻ. അന്ന് 20 വർഷം മുമ്പല്ലേ? അതിൽ നിന്ന് ഒരുപാട് ബോംബെ ഇപ്പോൾ മാറിയില്ലേ ശരിക്കും? ഒരുപാട് ഡെവലപ്പായി. അന്ന് വന്നതിന് ശേഷമുള്ള ഡെവലപ്മെൻറ്റിൻ്റെ എന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നുന്നത് ശരിക്കും പറഞ്ഞു? അന്ന് ഞാൻ വന്ന അവിടെ ഡോംബുലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. അവിടുന്ന് ജോലിക്ക് വരുന്ന താനയിലായിരുന്നു. ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലത്താണ് താനയിലായിരുന്നു വരുന്നത്. അന്ന് എനിക്ക് 8 മണിക്കൂറിന് 12 രൂപയായിരുന്നു ശമ്പളം. അവിടെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്ന മലയാളിയുടെ കമ്പനി തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് 4 വർഷത്തോളം ജോലിയെല്ലാം പഠിച്ചു കഴിഞ്ഞൊക്കെ പിന്നെ 5ാമത്തെ വർഷം സ്വന്തമായിട്ട് കോൺട്രാക്ട് പണി എടുത്ത് ചെയ്യാൻ തുടങ്ങി. ആദ്യം എൻ്റെ കൂടെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ഉണ്ണി എന്ന് പറഞ്ഞ്. പുള്ളി ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ച് 2 പേരെ വെച്ച് അങ്ങനെ അതിൻ്റെ ഒരു 50 ആൾക്കാർ അകം എൻ്റെ ഇടയ്ക്കലുണ്ടായിരുന്നു. 4-5 വർഷം കൊണ്ട് നല്ല രീതിയിൽ അത് മുന്നേറി. അത് കഴിഞ്ഞപ്പോഴാണ് സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനം തുടങ്ങണമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഇപ്പം ഇല്ല പാർട്ണർ, ആദ്യമായിട്ടൊരു പാർട്ണർ സാബു വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു നാട്ടിലുള്ളത്. സാബു വർഗീസ്. അപ്പം പുള്ളി വന്ന് എന്നെ വീട്ടിൽ വന്ന് കാണുകയും ഇത് പ്രസ്ഥാനം തുടങ്ങണമെന്നൊക്കെ പറഞ്ഞു സ്വന്തമായിട്ട്. അപ്പോൾ എനിക്ക് പഴയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടാനുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞ അല്ല, അതിലും ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് മുന്നേറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെട്ടു ഇതിന് വേണ്ടിയിട്ട്. അത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഗിരീഷിൻ്റെ? ഞാൻ 10ാം ക്ലാസ് പാസ്സായതേ. പണി ചെയ്ത് പരിചയമുണ്ടായിരുന്നു. എന്നിട്ട് സാബു പറഞ്ഞനുസരിച്ച് നമ്മൾ പുതിയ പ്രസ്ഥാനം, ഞാനൊരു YPC എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഈ ഏഷ്യൻ കേബിളിൻ്റെ പുള്ളി വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് എല്ലാ കേബിൾ കമ്പനിയായിട്ട് പരിചയമുണ്ട്. എനിക്കും സാബുവിനും അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. സാബുവിൻ്റെ പൈസ ഉണ്ട്, ടെക്നിക്കലായിട്ട് ഞാനും. അങ്ങനെയാണ് ഞങ്ങൾ പ്രസ്ഥാനം തുടങ്ങിയ ആദ്യത്തെ 3 വർഷത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ആദ്യം തുടങ്ങിയ പ്രസ്ഥാനം ഏതായിരുന്നു? മേഫെയർ മെഷീൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെയാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത് അല്ലേ? ആദ്യം അത് എത്ര വർഷമായെന്ന് പറഞ്ഞപ്പോൾ? 2001 തുടങ്ങി. 9 വർഷമായി. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ കെറോഫിൽ തന്നെ വേറൊരു പാർട്ണറേയും കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നു. RP പ്രസാദ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോഴും ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ആൾ പുള്ളിയാണ്. സാബു ഇല്ല, റിസൈൻ ചെയ്ത് പോയി. YPC എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. പുള്ളിയുടെ മകനുണ്ട് അമിത് അറോറ, പിന്നെ ഞാൻ, പ്രസാദ്. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണവന്മാർ. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ കേബിളിൻ്റെ മെഷീനറിയാണ്. ഹൗസ് വയർ മുതൽ പവർ കേബിൾ മാക്സിമം കേബിളിൻ്റെ 1000 സ്ക്വയർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വരെ ഉള്ള മെഷീനറി എല്ലാം നമ്മൾ ഹൗസ് വയർ കേബിളൊക്കെ നിർമ്മിക്കുന്ന മെഷീനറി ഉണ്ടാക്കുന്നു അല്ലേ? അത് എന്നിട്ട് എവിടെ സപ്ലൈ ചെയ്യും? അതൊക്കെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിലുണ്ട്, പിന്നെ ഫോറിൻ കൺട്രിയിലുണ്ട്, അർജന്റീന, പിന്നെ സൗദി അറേബ്യ, എല്ലാ ഫോറിൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ബിസിനസ് അല്ലായിരിക്കും അല്ലേ? ആദ്യകാലത്ത് ഇപ്പോൾ അങ്ങനെ പിന്നീട് അങ്ങനെ ഫണ്ട് ആദ്യം സാബു കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തല്ലേ? അല്ല, ആദ്യം ഞങ്ങളുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, 1.5 കോടി രൂപ കൂടുതലും കൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു ആദ്യത്തെ 3 വർഷം. 3 വർഷം കഴിഞ്ഞ് അടുത്ത വർഷം 4ാമത്തെ വർഷമായപ്പോഴത്തേനും അവിടുന്ന് 4 കോടി രൂപയുടെ ടേൺ ഓവറായി. അവിടുന്ന് പിന്നെ 7 രൂപയായി. 7 രൂപ 15 ഇപ്പം 25 കോടി രൂപ അതിൻ്റെ ടേൺ ഓവർ വന്നിരിക്കുക. മറ്റുള്ള ബാങ്ക് ലോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ബാങ്ക് ലോൺ ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഇപ്പം ഒരു ഓടി ഫെസിലിറ്റി എടുത്തിട്ടുണ്ട്.